വളരെ പ്രതീക്ഷയോടെ ആണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ജോലിയിൽ പ്രവേശിപ്പിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തോടുകൂടി കണക്കൂട്ടലുകൾ മൊത്തം തെറ്റിയപ്പം ജീവിതത്തിൻ്റെ ആകെ താളം തെറ്റി. പ്രത്യേകിച്ച് കണക്കൂട്ടലുകളൊന്നുമില്ല. ഇനി എങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് മുകളിലുള്ളതെന്ന് തീരുമാനിക്കട്ടെ. കരഞ്ഞു കണ്ണീർ പറ്റിയ കണ്ണുകളുമായി തളർന്നിരിക്കുന്ന സുരേഷിന് മകനെക്കുറിച്ച് അറിയണം. അവൻ എന്താണ് സംഭവിച്ചത്? ഇറാൻ കപ്പലിലെ ജീവനക്കാരനായിരുന്നു അമൽ. കഴിഞ്ഞ മാസം 1-നാണ് കുവൈറ്റ് തീരത്ത് വെച്ച് കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. അമലടക്കം 6 പേരെ കാണാതായി. 1 മാസം പിന്നിട്ടിട്ടും മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നമ്മളെ ആകെ ഔദ്യോഗികമായിട്ട് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആദ്യം 5-ാം തീയതി അപകടം നടന്നു എന്നുള്ള വിവരവും എത്രയും പെട്ടെന്ന് DNA റിപ്പോർട്ട് വേണം ആവശ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കോളും, അത് ഫോൺ കോൾ മാത്രമാണ്. പിന്നെ 25-26-ാം തീയതിയിൽ ആകെ 4 പേരെ കിട്ടിയിട്ടുണ്ടെന്നും അവരുടെ DNA ആയിട്ട് അമലിൻ്റെ മാച്ച് ആയിട്ടില്ല എന്നും പറഞ്ഞുള്ള ആ 3 കോളേ വന്നിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസം നമ്മളിങ്ങനെ ഇരുട്ടി തപ്പി കഴിയുക. അമലിനൊപ്പം കാണാതായ തൃശൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം ലഭിച്ചു. അമലിനെ ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് വിവരം. മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. എല്ലാവരും കൂടി എങ്ങനെയും സഹായിച്ചെൻ്റെ മോനെ ഒന്ന് കണ്ടെത്തി തരാൻ അപേക്ഷിക്കുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെയല്ല എൻ്റെ കൊച്ചിനെ ഒന്ന് കിട്ടിയാൽ മതി. എല്ലാവരും കൈമലർത്തുകയാണ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ കുടുംബത്തിന് വിവരങ്ങൾ ലഭിക്കുന്നില്ല. തകർന്ന മനസ്സുമായി അമ്മയും അച്ഛനും സഹോദരിയും അമലിനായി കാത്തിരിക്കുന്നു. അമലിന്റെ ഓർമ്മകളുമായി ഉമ്മറത്ത് ചാരി വെച്ചിരിക്കുന്ന ബൈക്കുണ്ട്. ഈ മാസം നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു നിലച്ചിരിക്കാതെ എത്തിയ അപകട വാർത്ത. സ്വന്തം മകനെയോർത്ത് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിനറിയില്ല ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.